നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ അവെയർ ആണ് അല്ലെ. നീറ്റ് ക്യാൻസലേഷന്റെ ഭാഗമായിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെയും ഒരുപാട് വിഷമിപ്പിക്കുന്നതാണ്. നമ്മളെല്ലാവരും പാരന്റ്സ് ആയ നമ്മളെല്ലാവരും വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെ കുറച്ചുകൂടെ നിയന്ത്രിക്കുന്ന രീതിയിലാണ് ഇനി നിയമങ്ങൾ വരാൻ പോകുന്നത്. നമ്മുടെ കൺസേൺ നമ്മുടെ മക്കളെ പറ്റി, നമ്മുടെ കുട്ടികളെ പറ്റി ഓർത്ത് തന്നെയാണ്. അവരുടെ ടീനേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ യൂത്ത് എന്ന് പറയുന്നത് വളരെയധികം എനർജി നിറഞ്ഞൊരു കാലഘട്ടമാണ് അല്ലെ. അവര് ഫുൾ ഓഫ് എന്തൂസിയാസം, അച്ചീവ്മെന്റ്സ്, സ്ട്രെങ്ത്, പിന്നെ ഒരുപാട് ഡിസയേഴ്സ്, ഇതെല്ലാം നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ യൂത്ത് അല്ലെങ്കിൽ ടീനേജ് കുട്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ എല്ലാവരും അഗ്നി തുല്യരാണെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് അഗ്നിയെ ഊതി ജ്വലിപ്പിക്കാനും പറ്റും, ഊതി അണയ്ക്കാനും പറ്റും അല്ലെ. അപ്പൊ നമ്മൾ പാരന്റ്സ് ഒരിക്കലും അഗ്നിയായ നമ്മുടെ മക്കളെ ഊതി അണയ്ക്കാൻ ശ്രമിക്കുന്നവരാകരുത്. അതിനെ ഊതി ജ്വലിപ്പിക്കാനായിരിക്കണം നമ്മൾ ഓരോ പാരന്റ്സും ശ്രമിക്കേണ്ടത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് അവരുടെ പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പാരന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ വീടുകളിൽ കൂട്ടായ ഒരു ചർച്ച ഇതേക്കുറിച്ച് ഉണ്ടാകണം. അപ്പം മാത്രമേ കുട്ടികൾക്ക് പരസ്പരം, പാരന്റ്സിന്റെയും കുട്ടികളുടെയൊക്കെ പരസ്പരം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ ഏത് കോഴ്സാണ് അവർക്ക് താല്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൂട്ടായ ചർച്ചകൾ തീർച്ചയായിട്ടും വീടുകളിൽ ഉണ്ടാവണം. ആ ചർച്ചകളിൽ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളുടെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് അവരെ ഡയറക്റ്റ് ചെയ്യാം. പക്ഷെ അവരുടെ പാഷൻ എന്താണ്, അവരാഗ്രഹിക്കുന്ന പ്രൊഫഷൻ എന്താണ്, അവരാരായി തീരാനാണ് ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനായിരിക്കണം നമ്മൾ ഏറ്റവും അധികം പരിഗണന കൊടുക്കേണ്ടത്. നമ്മളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്ത് തരേണ്ടവർ, അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവർ എന്നുള്ള നിലയിലാണ് നമ്മളിലുള്ള പല പാരന്റ്സും മക്കളെ കാണുന്നത്. അതായത് നമ്മുടെ യങ്ങർ സ്റ്റേജിൽ നമ്മൾക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ കാര്യങ്ങൾ ഒക്കെ കുട്ടികളിലൂടെ സാധിച്ചെടുക്കുക എന്നുള്ള ഒരു മനോഭാവം പല പാരന്റ്സിലും കാണുന്നുണ്ട്. അതൊട്ടും തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രവണതയല്ല. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് നമ്മളുടെ മക്കളെ നമ്മൾ ബലിയാടാക്കാതിരിക്കുക. അവരിഷ്ടപ്പെടുന്ന കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുമ്പോൾ മാത്രമേ അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവൂ. എനിക്ക് അറിയാവുന്ന പല ഡോക്ടേഴ്സിന്റെയും, അതായത് അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്, പക്ഷെ അവരുടെ മക്കൾ പഠിക്കുന്നത് ജേർണലിസം, എഞ്ചിനീയറിംഗ്, മറ്റേ ലോ, അതുപോലെ വേറിട്ട പല കോഴ്സുകളുമാണ്. അപ്പൊ അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും. കാരണം അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആയിട്ടും അവരൊരിക്കലും അവരുടെ കുട്ടിയെ ഒരു മെഡിക്കൽ പ്രൊഫഷൻ തന്നെ എടുക്കണം എന്ന് നിർബന്ധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ കുട്ടി അവരുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ആഗ്രഹത്തിന് കുട്ടിയുടെ ആഗ്രഹം അവർ പരിഗണിച്ച് കുട്ടിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ പല ഡോക്ടേഴ്സിന്റെയും മക്കൾ ഡാൻസിലൊക്കെ, അതിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്ത് ഡാൻസിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരെയും എനിക്ക് ധാരാളം അറിയാം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ വേറെ പല പ്രൊഫഷണൽ ആയിട്ടുള്ള അച്ഛനമ്മമാരുടെയും മക്കൾ അവരുടെ പാരന്റ്സിന്റെ പാത പിന്തുടരാതെ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പഠിക്കുന്നതും അതിൽ വർക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ മക്കളെ അടിച്ചമർത്തി വളർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? കുട്ടികൾക്ക് നമ്മളോട് മനസ്സിലൊരു വിദ്വേഷമാണ് അല്ലെങ്കിൽ ഒരു വെറുപ്പാണ് ഡെവലപ്പ് ചെയ്യുക, ഒരിക്കലും സ്നേഹമല്ല. അവർ പഠിച്ച് ജോലി കിട്ടി ഉദ്യോഗസ്ഥരായി ദൂരദേശത്ത് വേറെ നാടുകളിലൊക്കെ പോകുമ്പോൾ ഒരിക്കലും അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ മനസ്സിൽ നമ്മളോട്, പാരന്റ്സിനോട് ദേഷ്യവും വെറുപ്പും വിദ്വേഷവുമാണ്. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കൽ പോലും കൂട്ടുനിന്നിട്ടില്ലാത്ത പാരന്റ്സിനോട് അവർക്ക് എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവുക? പൊതുവെ നമ്മളെല്ലാവരും, പാരന്റ്സ് എല്ലാവരും, അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ പൊതുവെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ, ജെൻസി ജനറേഷൻ
എന്ന് പറഞ്ഞ് അവരെ കൂടുതലും അവരുടെ നെഗറ്റീവ്സ് പറയാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് കൂടുതലും അവരുടെ നെഗറ്റീവ്സ് ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മളെക്കാളും ഒരുപാട് സ്കിൽസ് അവരിലുണ്ട്, അല്ലെ? നമ്മളെ പാരന്റ്സിന് ഇല്ലാത്ത പല സ്കിൽസും നമ്മുടെ മക്കൾക്കുണ്ട്. അതൊരിക്കലും നമ്മൾ കാണാതെ പോകരുത്. ഇന്നത്തെ കുട്ടികൾ പലതും +2 കഴിയുമ്പോൾ തന്നെ പാരന്റ്സിൽ നിന്നും മാറി മറ്റ് ദൂര കോളേജസിലൊക്കെ ജോയിൻ ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ 10th കഴിഞ്ഞാൽ തന്നെ +1 +2 പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് ചെയ്യാനായിട്ടും കുട്ടികൾ പാരന്റ്സിനെ വിട്ട് മറ്റെവിടെയെങ്കിലും ഒക്കെ താമസിച്ച് പഠിക്കുന്നവരാണ് അധികം പേരും, അല്ലെ? അപ്പം കുട്ടികൾ നമ്മുടെ കൂടെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും അവരിലുള്ള വിശ്വാസവും അതെല്ലാം തന്നെയാണ് അവർ വലുതായി പഠിച്ച് ജോലിയൊക്കെ കിട്ടി ദൂര സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ മനസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ആ ഒരു പ്രേരണ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ അവർക്ക് കൊടുത്ത പരിഗണന, അവർക്ക് കൊടുത്ത സ്നേഹം, അത് തന്നെയായിരിക്കും അവരെ ദൂര സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ പാരന്റ്സിനെ പറ്റി ഓർക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരവും. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മക്കളായിട്ട് വളർത്തിയെടുക്കാം. ഒരിക്കലും വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ പാരന്റ്സിനോട് വിദ്വേഷവും ദേഷ്യവും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന മക്കളായിട്ട് നമ്മൾക്ക് അവരെ വളർത്തിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ മക്കൾ എന്നും വീട്ടിലേക്ക് അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്തേക്ക് ഒരു അവധി കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടിയാൽ പാരന്റ്സിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന മക്കളായിട്ട് നമ്മൾക്ക് അവരെ വളർത്താൻ ശ്രമിക്കാം. അതല്ലേ നല്ലത്? പാരന്റ്സിന് അതിൽ പരം ഒരു സന്തോഷം മറ്റെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.